ഇഷ്ടകാലത്തിനും അങ്ങനെയല്ലേ പുത്തന്മാരും മനുഷ്യൻ രാവിലെ ഇവിടെ മുറിഞ്ഞു നോക്കിയടി. കണക്കായി പോയി. ചോര ഇരിക്കണമല്ലോ നിങ്ങളുടെ. ഓ ആ ചെറുക്കനിട്ട് ഞോണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനല്ലോ കൊച്ചു ചെറുക്കായി നാക്ക് അവനെ എനിക്ക് അവൻ നാക്കാണി കണക്കായി പോയി. കേൾക്കണം എന്ത് കണക്കായി പോയി? അവന്റെ ഓഫീസിലോട്ട് നിങ്ങൾ ഓടി ചെല്ലാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. ആ പോകേണ്ട കാര്യം ഉണ്ടായി. ഞാൻ ഇനിയും പോവും. കളിക്കല്ലേ നീ പിന്നല്ലേ ഒരു കത്തി എടുത്ത് എന്റെ കഴുത്തിനെ ഇറക്കും. മിക്കവാറും ഞാൻ ചെയ്യും. എനിക്കറിയാം നീ ഇല്ലേലും നീ ആങ്ങളയ്ക്ക് വേണ്ടി ആ ഒരു കുടുംബത്തിന് വേണ്ടി ജീവിക്കണേണെന്ന്. തോന്നിയാസം കാണിക്കുന്നതിന്റെ ഒരു അതിര് വേണ്ടേ? അല്ലാണ്ട് ഇതിനു വേണ്ടിട്ടാണ് അങ്ങോട്ട് ഓടി ഓടി പോണെന്നുള്ളത് ആരറിഞ്ഞ്? ഞാനേ ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ പല ആവശ്യങ്ങൾക്കും വേണ്ടി പല ഓഫീസിന്റെ മുമ്പിലും പോകും. ഇനിയിപ്പൊ നിങ്ങളും തുടങ്ങിയ കഷ്ടം കിട്ടുന്ന കാര്യം. എന്ത് കഷ്ടം? എന്താണ് എന്റെ ഉദ്ദേശം? നീ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ അവൻ പോയി ഇങ്ങനെ ചൊറിയാൻ നിൽക്കണം? ചോദിക്കങ്ങോട്ട്. ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കല്ല, ആവശ്യമുള്ള ഓരോ കാര്യങ്ങൾക്ക് തന്നെയാണ് ഞാൻ ഇറങ്ങണത്. നീ ആവശ്യമില്ലാണ്ട് അവനോട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓ എനിക്കറിയാം. നിങ്ങളൊക്കെ ഇല്ലേലും ഒരു ചോരയിലുള്ളവരില്ലേ. ഞാൻ പുറംപോക്ക് വന്നു കയറിയവൻ. എടാ അതല്ല, അവന് ഭയങ്കര വിഷമമുണ്ട്. നീ പല സ്ഥലത്തുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ KSB ഓഫീസിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. ഇതാ നിന്റെ അളിയൻ വന്നിട്ട് എപ്പോഴും സമരം ചെയ്യണു പറഞ്ഞ് ചെയ്ത് പറയുമ്പോൾ അവനെ വിഷമം ഉണ്ടാവില്ലേ? ഇതാണ് അമ്മാവനെ പോലുള്ള ആൾക്കാരുടെ അറിവില്ലായ്മ. അമ്മാവ നമ്മുടെ നാട്ടിലെ ഏത് പ്രശ്നത്തിനും ഏത് സർക്കാർ ഓഫീസിന്റെ മുമ്പിൽ പോയി സമരം ചെയ്യാൻ ഉപരോധിക്കാം. അങ്ങനെ ഏത് ഭരണഘടനയിലാ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. അതാണ് അറിവില്ലായ്മ എന്ന് ഞാൻ പറഞ്ഞത്. അമ്മാവൻ ഈ മനുഷ്യന്റെ വാക്ക് അമ്മാവനല്ല വിശ്വസിക്കാം. അമ്മാവ തങ്കം, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് കേട്ടാ. നീ എന്നെ മൂക്കി കളിക്കുന്നവള് ഒരു തർക്കം തീർക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോ ഇവിടെ തർക്കായ വർത്താനം കേൾക്കുമ്പോ പിന്നെ പറയാതിരിക്കണേ. ഒരു ആങ്ങള സ്നേഹി. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ കീരുമ്പം പോലെ ഞാനുള്ള വരവാൻ നിർത്തിട്ടാ. എടാ ഇന്ന് അവനും ഒഴിവാണ്, നീ ഇവിടെ ഫ്രീ ആണ്. എന്തൊക്കെ പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്? അപ്പൊ നിങ്ങൾ ഇങ്ങനെ വഴക്കൂടിയാല എന്താ പരിപാടി? അല്ല നനയ്ക്കാൻ വല്ലതുണ്ടോ ചോദിക്കാം. പൈപ്പിൽ വെള്ളം ഉണ്ടെങ്കിലല്ലേ ചെടി നനയ്ക്കാൻ പറ്റും. അതല്ലടാ നനയ്ക്കാൻ. അതാ അല്ല എനിക്കൊരു സ്ഥലത്തുനിന്ന് കുറച്ച് പൈസ വരാണ്ടായിരുന്നേ. അല്ല അത് നീ പറയണ പോലെയല്ല, ശരിക്കും കിട്ടാണ്ടായിരുന്നു. കയ്യില് പൈസ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഒഴിവാണല്ലോ, കൂടാന്നൊരു തോന്നല്. അല്ല ഇല്ലെങ്കിൽ വേണ്ടട്ടാ, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതെ, നമ്മൾ ഈ വെറുതെ പോയി നനഞ്ഞു വരുന്നതെന്നും നമുക്കൊന്ന് മുങ്ങി കുളിച്ചു വന്നാലോ? പോടാ, ആളെ കൊതിപ്പിക്കാണ്ട് വെറുതെ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്, നമുക്ക് നല്ല പോലെ ഒന്ന് കുളിച്ചു വരാം. ഒരു 3 മണി കഴിയുമ്പോഴേക്കൊന്ന് റെഡിയായി നിൽക്കും. എവിടുന്ന്? അതൊന്നും അമ്മാവൻ ചോദിക്കണ്ട. കാണാൻ പോണ പൂരം എന്തിനാണ് വെറുതെ പറഞ്ഞറിയിക്കണ? അമ്മാവനെ നല്ല പോലെ കുളിപ്പിച്ചെടുക്കും ഞാൻ. ഇവിടെ വെച്ചിട്ടാണോ അതോ? പോണം, അതല്ലേ ഞാൻ റെഡിയായി നിൽക്കാൻ പറഞ്ഞേ. 3 മണി. അതെ, ഇച്ചിരി ഗമയിലൊക്കെ ഒരുങ്ങി നിന്നോ. വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് കറുപ്പിച്ചോ. കറുപ്പിക്കുന്നു വേണ്ട. അതെ, ഒരു 3 മണിയാകുമ്പോഴേക്ക് റെഡി ആയി പോരെ? മതി. പെണ്ണ് കാണാൻ പോണാ? ആണ് കാണാൻ പോണം. എന്റെ പെങ്ങൾക്ക് അന്തസ്സുള്ള ഒരുത്തിനെ കിട്ടും നോക്കട്ടെ. അയ്യോ, ഇനിയും ആവശ്യമുള്ള സമയമുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യം പറഞ്ഞ് KSB ഓഫീസിന്റെ ഫ്രണ്ടിൽ വന്ന ഞാൻ പറഞ്ഞില്ലെന്നാണ്. ഞാൻ അങ്ങനെ പറയലട കനക. അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സർക്കാർ ഓഫീസുകളിൽ സമരം ചെയ്യാമെന്ന് ഭരണഘടന പറയുന്നുണ്ട്. ഭരണഘടന അങ്ങനെ പറഞ്ഞോ? അത് മാത്രല്ല, ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് പൗരന്മാരുടെ കടമയാണ്. ഈ പൗരൻ എപ്പോ അപ്പുറത്തെ ആടിയത്? എന്നോട് സംസാരിച്ചോണ്ടിരിക്കല്ലായിരുന്നു? അതല്ല, നമുക്ക് ഓരോ വിവരങ്ങൾ ലഭിക്കുമ്പോഴാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുക. വിവരമില്ലാത്തത് പറഞ്ഞ കാര്യമില്ല. KSB ഓഫീസർ ഞാനും കൂടെ വേണമെങ്കിൽ കൂട്ടിന് വരാം. എന്തിന്? ചുമ്മാ ഒരു ഗമയ്ക്ക് ഇരിക്കട്ടെ. കൊടിയും പൊക്കി പിടിച്ച് നാളെ അങ്ങോട്ടാണ് വന്ന. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, അളിയിലാണ് ഞാൻ നോക്കൂല. വെറുതെ വന്നതിനെ നാറ്റിച്ച അളിയാ ഞാൻ എല്ലാം മറക്കും. ക്ലീറ്റസിനെ അങ്ങോട്ട് വാശി കയറ്റല്ലേ. നിന്നെ നാട്ടിക്കാൻ എനിക്ക് അതുവരെ വരേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. നീ വന്നു നോക്കാം അങ്ങോട്ട്. പിന്നെ നീ പോ. ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്നു. വെല്ലുവിളിക്കുന്നു. എന്തിനാണ് വെറുതെ അവനെ ചൊറിയാൻ നിൽക്കുന്നത്? അല്ലേ, നിസാര ഒരു ലൈൻമാൻ അല്ലേ അവൻ. ഞാനാര്? നീ കളിക്കുന്ന